KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയർ ആകില്ല എന്നുള്ളത്. VK മിനിമോളും ഷൈനി മാത്യുവും മേയർ പദം പങ്കിടും. ആദ്യ ടേമിൽ VK മിനിമോൾ മേയറാകും. ഇത് 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. വിപിൻ ആണ് വാർത്ത നൽകിയത്. വിപിൻ, ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള അഭ്യൂഹമാണ്. അപ്പോഴൊക്കെ ദീപ്തി മേരി വർഗീസിനൊരു സാധ്യത കൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ അവരെ പൂർണ്ണമായും വെട്ടിയിരിക്കുന്നു AI ഗ്രൂപ്പുകൾ എന്നതാണ്. കൗൺസിലർമാരുടെ പിന്തുണയില്ല. ടേം വ്യവസ്ഥ, മറ്റ് 2 പേർ, ഒരുപക്ഷെ 3 പേർക്ക് സാധ്യത എന്നൊക്കെ പോലും ഒരു ഘട്ടത്തിൽ കേട്ടതാണല്ലോ. സംഭവിച്ചത് എന്താണ്? അനുജ, ഈ എറണാകുളത്ത് ഒരു മിന്നും വിജയം UDF നേടിയതിനു ശേഷം ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം അന്നു മുതൽ തന്നെ കേട്ടത് കൊച്ചിയുടെ മേയർ ആരായിരിക്കും എന്നുള്ളതാണ്. അതിൽ 3 പേരുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു. ഈ 3 പേരുകളും ഒരുപോലെ തന്നെ വലിയ വിജയത്തിൽ വിജയിച്ച് കയറുകയും മേയർ സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിൽ നമുക്കറിയുന്നത് പോലെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസ് മേയർ ആകും എന്നുള്ളതായിരുന്നു ഒരു ധാരണയുണ്ടായിരുന്നത്. അതിനാക്കെ കൂട്ടിക്കൊണ്ടായിരുന്നു KPCCയുടെ തന്നെ കൗൺസിൽ ഒരു സർക്കുലർ ഇറങ്ങിയത്. അതിൽ പറയുന്നത് ഒരു പ്രധാന പാർട്ടിയുടെ പ്രധാന സ്ഥാനം വഹിക്കുന്ന ആളുകളെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് ദീപ്തിയിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ ടേം വ്യവസ്ഥയിലേക്ക് മാറണം എന്നുള്ളൊരു ആവശ്യം ആദ്യം മുന്നോട്ട് വരുന്നു. അതിൽ ദീപ്തി മേരി വർഗീസ് ഒപ്പം തന്നെ രണ്ടാമത്തെ ടേമിലേക്ക് VK മിനിമോൾ എന്നുള്ളൊരു ടേം വ്യവസ്ഥയിലേക്ക് മാറുക. ഇത് ആദ്യഘട്ടത്തിൽ ദീപ്തി മേരി വർഗീസ് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടാണ് ഈ AI ഗ്രൂപ്പുകളുടെ ഒരു സമ്മർദ്ദം ശക്തമാവുന്നതും ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിയുകയൊക്കെ ചെയ്തത്. കാരണം AI ഗ്രൂപ്പുകൾക്ക് ഈ ദീപ്തി മേരി വർഗീസിനോടുള്ള ഒരു ചെറിയൊരു അകൽച്ച, അത് ഇതിലൊരു പ്രധാനമായിട്ടുള്ളൊരു ഘടകമായി മാറി. ആ നേതാക്കൾക്കുള്ള ഒരു എതിർപ്പ് ഘടകമായി മാറി. അതിൽ A ഗ്രൂപ്പ് സ്വാഭാവികമായിട്ടും ഷൈനി മാത്യുവിനൊപ്പവും I ഗ്രൂപ്പ് VK മിനിമോൾക്കൊപ്പവും നിന്നു എന്നുള്ളതാണ്. കാരണം ഇതിനു മുൻപ് തന്നെ 2015 തന്നെ പരിഗണിക്കപ്പെട്ട പേരായിരുന്നു ഷൈനി മാത്യുവിൻ്റേത്. അന്നത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ തട്ടി അത് മാറി മറിയുകയും ആ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്രാവശ്യം ഫോർട്ട് കൊച്ചി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യുവിന് മേയർ സ്ഥാനത്തേക്ക് അർഹതയുണ്ട്, ഒരു ടേം നൽകണം എന്നുള്ളത് A ഗ്രൂപ്പ് ശക്തമായി തന്നെ വാദിച്ചു. അത് ഒരു വശത്ത് അത് നിൽക്കുമ്പോൾ തന്നെ VK മിനിമോൾ ലത്തീൻ സമുദായ അംഗമാണ്. ഇത് 4ാം തവണയാണ് അവർ വിജയിച്ച് കയറുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും മേയർ മേയർ ആകാനുള്ള എല്ലാ അർഹതയുമുണ്ട് എന്നുള്ളത് I ഗ്രൂപ്പും പറയുന്നു. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ാണ് ഈ വിജയിച്ച കൗൺസിലർമാരുടെ ഒരു അഭിപ്രായം കൂടി ആരായാം എന്നുള്ളതിലേക്ക് പാർലമെന്ററി പാർട്ടി യോഗം എത്തുന്നത്. ഇന്നലെ 42 കൗൺസിലർമാരെയും വിളിച്ച് അവരുടെ അഭിപ്രായം ആരാഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഷൈനി മാത്യുവിനാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം 20-ലേറെ വോട്ടുകൾ ഷൈനി മാത്യുവിനൊപ്പവും 17 പേർ VK മിനിമോൾക്ക് പിന്തുണയുമായി വന്നു. അതിലേറ്റവും കുറവ് 4 പേർ മാത്രമാണ് ടേം വ്യവസ്ഥയിൽ ദീപ്തി മേരി വർഗീസിന് അനുകൂലമായി നിന്നത് എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് കൊച്ചിയുടെ മേയർ ചിത്രം തെളിയുന്നത്. ആദ്യത്തെ ടേമിൽ VK മിനിമോളും രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യുവും കൊച്ചിയുടെ മേയറാകും എന്നുള്ളത്. ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ധാരണ. സ്വാഭാവികമായും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൽ പരിഗണിക്കാമെന്നൊക്കെയുള്ള ഒരു ഉറപ്പായിരിക്കാം ഒരുപക്ഷെ ദീപ്തി മേരി വർഗീസിന് മുൻപിലേക്ക് വെക്കാൻ പോകുന്നത്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇവർ എത്രത്തോളം ഇനി ഇതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കൂടി വരും ദിവസങ്ങളിൽ ഒരു ചർച്ചയാകുമെന്നുള്ളതും ഉറപ്പാണ്. ഇതാണ് മിന്നും വിജയമാണ് കൊച്ചി കോർപ്പറേഷനിൽ UDF നേടിയത്. പിന്നീട് മേയർ ആരാകും എന്നുള്ളത് വനിതാ സംവരണമാണ്. അത് ആരാകും എന്നൊക്കെയുള്ളതിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. പലതരത്തിലുള്ള പേരുകൾ ഉയർന്നു കേട്ടതാണ്. ഒടുവിൽ 3 പേർ എന്നുള്ള തരത്തിലേക്ക് വന്നു. 3 പേർ പങ്കിടാനുള്ള സാധ്യതയുണ്ട് ടേം വ്യവസ്ഥയിൽ എന്ന വാർത്ത കേട്ടു. എന്നാൽ ഇപ്പോൾ ഇതാ ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറി കൊച്ചി മേയർ ആകില്ല എന്നുള്ളതാണ് അല്പസമയം മുൻപ് 24 പുറത്തുവിട്ട വാർത്ത. VK മിനിമോളും ഷൈനി മാത്യുവും പങ്കിടാൻ പോവുകയാണ്. ആദ്യ ടേമിൽ VK മിനിമോൾ ആകും കൊച്ചി മേയർ. പിന്നീടാകും അടുത്ത ടൈമിൽ 2.5 വർഷം ഷൈനി മാത്യു കൊച്ചി മേയർ ആകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.